കൈതമുക്കിലുള്ള വിശാഖിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. അവിടെ മകനെ ഓർത്ത് വിലപിക്കുന്ന ഒരമ്മയുണ്ട്. മകളെ, എന്റെ മോന് കുട്ടനെ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. എന്റെ മോന് കുട്ടാ, എന്റെ മോന് കുട്ടാ, എന്റെ പുള്ള കുറ്റിക്ക് ഒരുകൂടി ചോറ് വാങ്ങിയാൽ വന്നതാണേ. ഞാൻ കൊണ്ടു കൊടുക്കും. അപ്പം പറഞ്ഞ അമ്മ കടലക്കറിയും കൊണ്ട് വരാം അമ്മ എന്ന് പറഞ്ഞ് 2 വട്ടം വിളിച്ചിട്ട് 3ാമത്തെ വെള്ളം വിളിച്ച് ഞാൻ റോഡ് ഇറങ്ങി പോയപ്പോൾ എൻ്റെ പിള്ള കിടക്കണം. അയ്യോ, കൈയും കെട്ടി കാലും വെട്ടിയിട്ട് എൻ്റെ പിള്ള കിടക്കണം. അമ്മ വെള്ളം വേണോന്ന് പറഞ്ഞ് ഞാൻ വെള്ളം ഒരു തുള്ളി വെള്ളം കുടിച്ച് കുടിച്ചിട്ട് പിന്നെ അങ്ങ് ചേരിച്ച അമ്മ. പിന്നെ മുണ്ട് വേണമെന്ന് പറഞ്ഞ് അത് തുറന്ന് മുണ്ട് എടുത്തോണ്ട് വന്നപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. എൻ്റെ പൊന്നും മക്കളെ, മോന് കുട്ടാ, എന്നെ പൊന്നു മോന് കുട്ടാ. മക്കളെ എവിടെ പോയടാ? എന്നെ ഒന്ന് അമ്മ കാണും തോന്നില്ലടാ മക്കളെ. എനിക്ക് ആ വിഷ്വൽസ് മനഃപൂർവ്വം എടുത്തതല്ല. ആ അമ്മ ചിലത് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ചില അതിർത്തി തർക്കങ്ങളെക്കുറിച്ചൊക്കെ വാർത്തയിലുടനീളം കേട്ടതാണ്. പക്ഷേ ഒരു വീട്ടിൻ്റെ മറുവശത്ത് വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരാളും ഇപ്പുറത്തെ മറ്റൊരാളും, ഇവർ തമ്മിൽ നല്ല ശത്രുതയിലാകുന്നു. അതിർത്തി തർക്കം എന്നൊക്കെ ഭാഗികമായി പറഞ്ഞു പോയെങ്കിലും വേറെ എന്തൊക്കെയോ ഉണ്ട്. ആ കഥകളിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും, മകൻ അല്ലെങ്കിൽ മകൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കരയാൻ ഈ ലോകത്ത് ഒരാൾ മാത്രമേ ഉണ്ടാവൂ, അമ്മ. ആ അമ്മയുടെ മുമ്പിൽ ക്രിമിനലുകളില്ല, ആ അമ്മയുടെ മുമ്പിൽ കൊലപാതകികളുമില്ല. ഇവിടെ 2 മക്കൾ, അടുത്തടുത്ത 2 വീട്ടിലെ 2 മക്കൾ ശത്രുക്കളായി. അവർ എന്തിൻ്റെയോ പേരിൽ തമ്മിൽ കലഹിച്ചു. ഒരാൾ വിവാഹിതൻ, മറ്റൊരാൾ അവിവാഹിതൻ. അവിവാഹിതനായ വിശാഖ് കാണാൻ സുന്ദരനാണ്. അയാൾ ഈയിടയ്ക്കാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിന് കാരണമുണ്ട്. ഏകദേശം 6 മാസം മുമ്പ് ഈ പ്രതിയെ അയാൾ അന്ന് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഒരാൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു വന്നു, മറ്റൊരാൾ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞും വന്നു. രണ്ടും ഏകദേശം ഒരേ സമയം തന്നെ. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ചോദിച്ചത്. എല്ലാവർക്കും അറിയൂടെ വരാം. അതാ ഞാൻ അവിടെ കണ്ട് എന്താണ് കാര്യം. അച്ഛന്റെ പേരെന്തോ? എന്റെ പേര് വിജയൻ നായർ. ഞാൻ നിങ്ങളെ കുറിച്ച് ചോദിച്ചു. വിജയൻ നായർ. അതെ, ഞാൻ നിങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ലോട്ടറി കച്ചവടം ആട് മനുഷ്യനാണ്. നിങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. സംഭവം ശരിയാണ് മക്ക. ഇപ്പം ഈ കുടുംബവും അനാഥമായി. ഈ കുടുംബവും അനാഥമായി. ഈ ഒരു കുഞ്ഞേ ഉള്ളൂ, ഈ ഒരാളെ ഉള്ളൂ. അവരെപ്പോഴച്ഛനെ കാരണം നിറയെ കളിപ്പാട്ടങ്ങളുമായിട്ട് വരുമായിരുന്നല്ലോ. അതാണ് ഇതിനെ വെച്ച് നേരെ ഇവിടെ വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അവിടെ ഇരുന്നത് കേട്ടാ. മക്കളെവിടെ? കൊല്ലപ്പെട്ടയാളിൻ്റെയും കൊന്നയാളിൻ്റെയും വീടുകളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. 2 പേർക്കും പെറ്റ വയറുകൾ, ജന്മം നൽകിയ ആൾക്കാർ, അവർക്ക് വാർദ്ധക്യത്തിൽ കണ്ണുനീരാണ്. അവർ പരസ്പരം അവരവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യ സഹജമായ ഒന്നാവാം അത്. പക്ഷേ അയൽക്കാർ തമ്മിലുണ്ടാവുന്ന ശത്രുത നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് പിന്നെ ഇത്തരം ക്രൂര കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നുമുണ്ട്. എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങൾ, അത് അവർക്ക് മാത്രം അറിയാവുന്നവയാണ്. ആർക്ക്? ഈ കൊല്ലപ്പെട്ട വിശാഖിനും കൊന്ന പ്രദീപിനും. ഇതുപോലൊന്ന് ഇനി ഉണ്ടാവാതിരിക്കട്ടെ.